എന്തുകൊണ്ടാണ് ഈ മറവി വരുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. മറവിക്ക് പല കാരണങ്ങളുണ്ട്. പ്രായം അധികമായി കഴിഞ്ഞാൽ സെറിബ്രൽ അട്രോഫി പോലെയുള്ള കണ്ടീഷനിലേക്ക് പോവുക, അൽഷിമേഴ്സ് എന്ന് പറഞ്ഞൊരു ഗുരുതരാവസ്ഥയിലേക്ക് മാറിപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതല്ലാതെ ഈ ചെറിയ കുട്ടികളിലും 30-40 വയസ്സുള്ള ആളുകളിലൊക്കെ കാണുന്ന മറവിക്ക് പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? നമ്മുടെ തലച്ചോറിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലേസിയസ്റ്റ് ആയിട്ടുള്ള ഓർഗനാണ് തലച്ചോറ്. നമ്മൾ തലച്ചോറിനെ എങ്ങനെ പരിശീലിപ്പിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ തലച്ചോറ് നമുക്ക് റിസൾട്ട് തരിക. നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ട്രിക്കി ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്യാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർമ്മശക്തി എന്നുള്ളതൊരു എബിലിറ്റി തലച്ചോറ് ഉപയോഗിക്കാതിരിക്കും. അതിന് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്നത് സ്ട്രക്ചറായിട്ടുള്ളൊരു ഫോമിൽ ബ്രെയിനിലോട്ട് ടാസ്കുകൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രെയിൻ ഒന്നും കൂടെ ആക്റ്റീവായിട്ട് വരും. ദിവസം ഏതെങ്കിലും ഒരു ദിവസം കുറഞ്ഞ സമയമാണെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ചെറിയ ഗെയിമുകളോ ടാസ്കുകളോ ഒക്കെ ട്രിക്കി ആയിട്ടുള്ള, ഇപ്പം ചെസ്സൊക്കെ കളിക്കുന്ന പോലെ എന്തെങ്കിലും സംഭവങ്ങൾ കളിക്കുക, നോവലുകളോ അല്ലെങ്കിൽ